ആദ്യം ഒരു പേടിയൊക്കെ തോന്നും. കുറച്ചു പേരുള്ളത്. ചെറിയ സ്ലൈഡാണ്. ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് നല്ലതാണ് അല്ലേ? മമ്മി ഒരു ബൈ പറഞ്ഞേക്കട്ടാ. മമ്മി ഒരു ബൈ പറഞ്ഞേക്ക്. Do you want to try and move yourself to the left? എന്ത് കിട്ടോ? പുഷ് 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 പുഷ്. അതെ. Bye bye. Lie down. Perfect. Lie down. Yeah. Thank you. Yay! ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് കൗണ്ടി വിക്കിലോയിലുള്ള ഏറ്റവും വലിയൊരു ലോങ്ങസ്റ്റ് സ്ലൈഡ് ഉണ്ട്. ഒരു ഫോറസ്റ്റ് പാർക്കിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റ് പാർക്കിൻ്റെ പേര് ബിയോണ്ട് ദ ട്രീസ് അവോണ്ടിയിൽ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ വരുന്നത് 2ാം തവണയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മളുടെ കൂടെ മമ്മിയുണ്ട്. അപ്പോൾ മമ്മീനെ ആ ഒരു ലോങ്ങസ്റ്റ് സ്ലൈഡിൽ ഇറക്കണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. സ്ലൈഡ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, മമ്മി റെഡിയല്ലേ? ഓക്കെ. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലീയപ്പൻ ഒറ്റയ്ക്ക് ആ സ്ലൈഡ് ഇറങ്ങാനായിട്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതൊരു ചലഞ്ചായിട്ട് എടുത്തേക്കുവാണ്. അപ്പോൾ എന്താ ഉറപ്പില്ലേ? ഇവിടെ വന്ന വരെ അവൻ ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു വന്നാണ്. അപ്പോൾ അവനെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവൻ ഇറങ്ങില്ലെന്നാ പറയണേ. ഇറങ്ങില്ലേ? ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അത്രയും വലിയ ഒരു അടിപൊളി സ്ലൈഡാണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എർത്തുള്ള ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പല പല സീസണിലെയും നമ്മുടെ അയർലൻഡിൽ 4 സീസൺ ഉണ്ടല്ലോ. 4 സീസണിലെ ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫോറസ്റ്റ് ട്രക്കിംഗ് ഉണ്ട്. ഫോറസ്റ്റ് വാക്കിംഗ്, സൈക്ലിംഗ് ഒക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമ്മുടെ കാറിൽ ഇതൊരു അടിപൊളി ഫോറസ്റ്റ് വാക്കാണ്. സൂപ്പർ ഫോറസ്റ്റ് വാക്കാണ്. ഞങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ നേരെ നമ്മുടെ ട്രീ ടോപ്പ് വാക്ക്. ആദ്യം നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ട്രീ ടോപ്പ് വാക്കിലേക്കുള്ള സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ എത്രത്തോളം വീഡിയോസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇവിടെ അത്യാവശ്യം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അയർലൻഡിലെ. അപ്പോൾ ഇവിടെ സ്കൂൾ വെക്കേഷനാണ്. അപ്പോൾ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് വീഡിയോ ഉൾക്കൊള്ളിക്കാൻ പറ്റും നമുക്കറിയില്ല. എന്തായാലും മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഇങ്ങോട്ടേക്ക് നമുക്ക് നടന്നു വരാനുണ്ട്. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. സീറ്റ് കഫേ. ഇവിടെ സീറ്റ് കഫേ. എന്താണ് സീറ്റ് കഫേ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയോ? ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അയ്യോ, ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടുന്ന് മാറ്റിയല്ലോടി. പണ്ട് ഇവിടെ ആയിരുന്നല്ലോ ടിക്കറ്റ് കൗണ്ടർ. നേരത്തെ ഈ ഒരു ഏരിയയിലായിരുന്നു ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ മമ്മി, ഇവിടുത്തെ വുഡിൻ്റെ സംഭവം കണ്ടോ? അടിപൊളി ടെക്സ്ചർ അല്ലേ? സൂപ്പർ. ഓരോ മരങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സെയിം ടൈലാണ് ഇവിടെ ഇട്ടേക്കണേ അല്ലേ? എന്താണാവോ? വായിച്ചു മമ്മി. സിൽവർ ബ്രിഞ്ച്, ഓരോരോ മരത്തിൻ്റെ പേരുകൾ. അത് ഒട്ടിച്ച് വെച്ചാൽ എടുക്കണ്ട. ഒട്ടിച്ചാൽ എടുക്കണ്ട. അപ്പോൾ നമുക്ക് നേരത്തെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ടിക്കറ്റ് ട്രീ ടോപ്പ് വാക്ക് ടിക്കറ്റ് ഓഫീസ് ആ ഒരു ഏരിയയിലൊക്കെ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ വോൾഗാച്ചി നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കിത് എന്താണെന്ന് കയറി നോക്കിയാലോ? ഇവിടെ വരുമ്പോൾ നമ്മൾ ടയർഡായിരിക്കും. നമുക്ക് ഇപ്പോൾ തന്നെ കയറിയിട്ട് പോവാം. എടി, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ? ഇത് ഈ സ്മർഫ് വില്ലേജ് എന്ന് പറയണത്. ഇത് എന്നാ
കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കിഡ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ? കിഡ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, പിന്നെ ഗെയിംസ്, പിന്നെ എന്നാ ലാസ്റ്റ് ഇവിടെ വരുമ്പോൾ ഒരു ഡാൻസ് പാർട്ടി. നല്ല ഫീസ് വല്ലതും പറഞ്ഞോ? ഫീസ് ഉണ്ട്. എത്ര പറഞ്ഞു? അത് ഞാൻ ചോദിച്ചില്ല. പിന്നെ തിരിച്ചു വരുമ്പോൾ കയറാൻ പറഞ്ഞു. നമ്മളെന്തായാലും ട്രീ ടോപ്പ് വാക്കിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടോ ഫസ്റ്റ്. അതെന്തോ കിഡ്സിന് വേണ്ടിയുള്ള ചുമ്മാ ചെറിയ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മളെന്തായാലും അതിൽ കയറുന്നില്ല. ടിക്കറ്റ് എടുത്തോ? എത്രയാണ് ടിക്കറ്റ്? അപ്പോൾ നമുക്ക് വരുന്നത് ടോട്ടല് 58 euro കേട്ടോ. നമ്മൾ 4 പേരാണുള്ളത്. ഇപ്പോൾ നമുക്ക് ഫാമിലി ടിക്കറ്റാണ് അവർ തന്നെ കേട്ടോ. അതാണ് നമുക്ക് ലാഭം എന്നാണ് അവർ പറഞ്ഞത്. ടോട്ടൽ 5 പേർക്ക് നമുക്ക് ഈ ടിക്കറ്റിൽ കയറാം. ടോട്ടൽ 58 euro. ഇത് വാങ്ങിച്ചു തരാനാടാ? 25 euroയാണ് എൻ്റെ വില. ഹോട്ട് ലഞ്ചോ? ഇതൊരു അടിപൊളി കീച്ചയാണ് കേട്ടോ അത് അല്ലേ? ഇത് വില 6.50 €6.50. ഓക്കെ, ഇതിപ്പോൾ അവിടെ വെക്കാം. നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിനെ പറ്റി ആലോചിക്കാം. നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആലോചിക്കാം. അവിടെ വെച്ചേക്കണം. നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു നോക്കല്ലേ. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്യും. അമ്മയൊക്കെ വാ നടന്നോ അമ്മയ്ക്ക് അവിടെ വെയിറ്റ് ചെയ്യും. അവിടെ എന്താടി ഹോട്ട് ഡോഗ് ആണോ? നിഷ്കളങ്കിയായ മോൾക്കാച്ചി. അപ്പോൾ അവരോട് ചോദിക്കണം അത് സൈഡാണോ, ഇതിൻ്റെ സൈഡാണോ, അവിടെ ആണോ? അത്രേ ഉള്ളൂ. പിന്നെന്താ. അപ്പം നമ്മൾ ഇന്നത്തെ ലഞ്ച് ഐറിഷ് ലഞ്ച് ആക്കി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. ഓക്കെ, അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പുറയിലൊരു അടിപൊളി കിഡ്സിനൊക്കെ വേണ്ടിയുള്ളൊരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? എന്തെങ്കിലും പുതിയ സംഭവം വന്നിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കാലം? പറയടാ. ടെൻ്റ് അല്ലേ നമുക്ക് ബാക്ക് യാർഡിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടെൻ്റ് പുതിയതായിട്ടല്ലേ? അപ്പോൾ പുതിയ എന്തോ 1-2 അപ്ഡേഷൻ ഉണ്ടെന്നാണ് നമ്മുടെ ലീയപ്പം പറയണത്. അപ്പോൾ നമ്മൾ നേരെ 3 അപ്ഡേഷൻ. ഓക്കെ, നമ്മൾ നേരെ ഇനി ട്രീ ടോപ്പ് വാക്കിലേക്ക് പോവുകയാണ്. വെള്ളം വന്നേണ്ട, ഡ്രിങ്കിങ് വാട്ടറാണ്. ഇത് പല പല സ്ഥലത്തുണ്ട്. ഇത് അവിടെ ഇവിടെയൊക്കെ ഇട്ടത് ഉണ്ട്. Welcome to our treetop walk. If you haven't already turned your phone, in the second email, there is a QR code in the body of the email. If you purchase on site, you receive a ticket with a QR code on it. Whichever ticket you have, locate your QR code and hold it face up underneath our phone scanner like this. As the turnstile beeps, please walk through. One QR. മമ്മിക്കൊരു ചലഞ്ചാണ് കേട്ടതേ. ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകണം. മമ്മിയുടെ ഫസ്റ്റ് ചലഞ്ചാണ് ഇവിടുത്തെ. അമ്മതേ ഓടിപ്പോണ്ട്. മമ്മിയുടെ ഫസ്റ്റ് ചലഞ്ചാണ്. മമ്മി പോയിക്കേ. കൈ തൊടാൻ പാടില്ല. അപ്പുറം കൈ തൊടാൻ പാടില്ല. അതാണ് മമ്മി കൈ പിടിക്കണം നടക്കണം കേട്ടോ. അതാണ് ഫസ്റ്റ് ചലഞ്ച്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ കൈ പിടിച്ചോ. ഇത് കയറാൻ താഴത്തേക്ക് വീഴില്ലല്ലോ. കുറച്ച് കിടന്നല്ലേ. ചൂടാണെങ്കിൽ ഇരിക്കും മമ്മി. വേണ്ട, നമുക്ക് അടുത്ത വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെ പോവാം.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ മരങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടോ? ഈ നിൽക്കുന്ന പുള്ളിക്കാരൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു തരും. എന്നിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞോ. ഇവിടുത്തെ ഷോപ്പുണ്ട് ഇവിടെ. ഓക്കെ. ഇത് ഈ കാർഡിൽ സേവ് ചെയ്തിട്ടുണ്ട്. വ്യൂ ദം ഇൻ ദ ഗിഫ്റ്റ് ഷോപ്പ് ബിഫോർ യു ലീവ്. ഇവിടെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അവിടെ വ്യൂ ഇത് നമുക്ക് കാണണമെങ്കിൽ കാണാം, പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുക്കാം. ഇത് വേണം എന്നുള്ളൂ, പ്രിന്റ് എടുക്കാൻ പറ്റും നമുക്ക്. അത് മാഗ്നറ്റ് ഉള്ള പിക്ചറായിട്ട് കിട്ടും. നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ മാഗ്നറ്റ് ആയിട്ടുള്ള അങ്ങനെ ചെറിയ എനിക്ക് കീ ചെയിൻ ആയിട്ട് വേണം. ഓക്കെ. 2 എണ്ണം. മമ്മി ഇവിടെ ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ഒരു വെറൈറ്റി സംഭവം, കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. കാണിച്ചു കൊടുത്തല്ലേ ഇപ്പൊ? ഇത് കാണാം. വാ. ഓരോ കിളികൾ ഇവിടെയുള്ള ഓരോരോ കിളികളുടെ റെഡ് കൈറ്റ്സ്. അതെവിടെയാണ് അതിന്റെ കൂട്? അത് അത് ഐറിഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. നോക്കി വുഡ്പക്കർ, മരംകൊത്തി. മമ്മി പറഞ്ഞു തിരിച്ചു. മമ്മി ഏത് കിളിയാനെ നോക്കി? അങ്ങനെ എന്തിരിക്കാം. റോബിൻ. ഒന്നുകൂടി തിരിച്ചോ. റോബിൻ. നീ തിരിച്ച് ഇപ്പുറത്തേക്ക് തിരിച്ച് ഇപ്പുറത്ത് വരും. ഇല്ല വരില്ല, അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പുറത്തേക്ക് അങ്ങോട്ട് തിരിയില്ലടി. ഇതാ വുഡ് കോക്ക്. ഇതേതാ? റൈറ്റ്. ഇവിടെ നമ്മളിങ്ങനെ ഇത് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കിളികളുടെ ഫോട്ടോസ് ഉണ്ട്. ഓരോ കിളികളുടെ പേരും ഉണ്ട്. അപ്പോൾ ഓരോ കിളികളുടെ നേരം ഈ ആരോ വരുമ്പോൾ ആ കിളികളുടെ സൗണ്ട് നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. ഇത് തിരിയുന്നുണ്ട്. തിരിച്ചോ. ആ അതെ, ഇത്തിരി പവർ കൊടുക്കണോ അല്ലേ? അവനുണ്ട്. കൊള്ളാല്ലേ? അപ്പൊ ഇതാണ് സംഭവം. ഇപ്പം നമ്മൾ ഈ കാണുന്ന മരങ്ങളുണ്ടോ, വളരെ വലിയ ഹൈറ്റുള്ള മരങ്ങളാണ് കേട്ടോ. ഇത്രയും ഹൈറ്റിലൂടെയാണ് ഈ ഒരു ട്രീ ടോപ്പ് വാക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഹൈറ്റിലൂടെയാണ് നമ്മൾ ഈ ഒരു വാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ അടിയിലൂടെയുണ്ടോ, ഈ അടിയിലൂടെ ഈ വഴിയുണ്ടോ, ഈ വഴിയിലൂടെയാണ് നമുക്ക് കാടിൻ്റെ അകത്തേക്ക് ഒരു ട്രെക്കിങ്, നമുക്ക് സൈക്ലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. നമുക്ക് ലാസ്റ്റ് അത് പോവാം. എന്തായാലും ഇപ്പം റംബൂട്ടാനോ? അതുപോലെ ഉണ്ടല്ലേ. പക്ഷെ എൻ്റെ ഇലകൾ വ്യത്യാസമുണ്ട്. ആ കാണുന്ന പച്ച ചെറിയ ചെറിയ കായ്കളുണ്ടോ, നമ്മുടെ ഫോണിൽ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ ഇല വ്യത്യാസമുണ്ട്, മരത്തിൻ്റെ ഇല. നടക്കുമ്പോ തന്നെ പേടിയാണ്. സ്ലൈഡിന്റെ കാര്യം എന്താണെന്ന് നിനക്ക് പറ്റൂടാ സ്ലൈഡ്? നീ ഇത്രക്ക് പേടിയാണോ നിനക്ക്? അത് അങ്ങോട്ട് ചെയ്യാ. അതേ അമ്മ അവരും കയറി പോന്നു. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? Can you find 2 giant redwoods nearby?
ഇതാണ് റെഡ് വുഡ്. ആ ദേടി ഇതേ. ഇതാ പിക്ചർ. ഇതോ അതിന്റെ താഴത്തുള്ളത് തന്നെ അല്ലേ? അത് വേറെയാ. ജനറൽ ഷെർമാൻ, the largest tree in the world. ഇത് largest tree in the world. ഇത് അതിവിടെ ഉണ്ടല്ലോ. അത് നമുക്ക് കാണാൻ പറ്റുമോ? ലാർജസ്റ്റ് ട്രീ അടുത്ത് പോയിട്ട്. എവിടെ? ഇതാണ് നിയർബൈ giant redwood. ആ അത് തന്നെ റെഡ് വുഡ്. അത് തന്നെ ജയന്റ് റെഡ് വുഡ്. അതല്ലെങ്കിൽ അത് ഇല്ലേ കണ്ടോ? അതാണ് ഏറ്റവും ജയന്റ്, അതാണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത്. അതിന്റെ പിക്ചർ തന്നെ ഇത്. ആ അതിന്റെ പിക്ചർ അതേ സെയിം തന്നെ. സെയിം ആ ചില്ല. എവിടെ? ഇതാണ് ആ ജയന്റ് റെഡ് വുഡ്. ആണോ? ഹൈറ്റ് കണ്ടോ അതിന്റെ? ബ്രാഞ്ചസ് ഒക്കെ കണ്ടോ? എന്ത് രസം. കൊള്ളാം. എവിടെ? അടുത്ത അഡ്വഞ്ചറുമായി മമ്മി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈ പിടിക്കാൻ പാടില്ല. അതെ മമ്മി ഇതേ ഹാൻഡ്സപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്, കൈയൊക്കെ പൊക്കി വെച്ചിട്ടുണ്ട്. മമ്മി കമോൺ കമോൺ കമോൺ. ആ കൈ പിടിക്കല്ലേ, കൈ പിടിക്കല്ലേ. ആ കൈ വിടാ. ആ പോരെ പോരട്ടെ പോരട്ടെ പോരട്ടെ. പോളി. ഏ വാ വാ. കൊള്ളാം. എന്റെ പൊന്നു. വാ 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 വാ. അതമ്മ കറിച്ചിട്ടു മോളി ചട്ടിയോ. അവിടെ എന്താ ഉള്ളെ? പൈൻ ഫ്രൂട്ടോ? അത് വിടരോടെ തന്നെയാ. ആ കായ് വിടരുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസിനൊക്കെ തൂക്കണ പോലത്തെ ആ കായായിട്ട് മാറുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി ആ ഒരു ജയന്റ് സ്ലൈഡിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണണ്ടോ? അതാണ് നമ്മുടെ ജയന്റ് സ്ലൈഡ്. ലേപ്പാ റെഡി അല്ലേ? ആ എന്തൊക്കെയായിരുന്നു ഞാൻ എന്തായാലും സ്ലൈഡ് ചെയ്യും. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മാറി. എന്നെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതെ എന്തായാലും ഈ പ്രാവശ്യം നീ സ്ലൈഡ് ചെയ്തില്ലെങ്കിലേ താഴത്തേക്ക് നടന്നിറങ്ങി വന്നാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് വരുള്ളൂ ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ നിന്നെയും കൂടി കങ്കാവരനെ പോലെ ഓറയിൽ എത്തിക്കൊണ്ട് വരില്ല. നമുക്ക് നോക്കാം എന്തായാലും. പിന്നെ അത് റംബൂട്ടാനല്ല, മമ്മിയോടെ നമുക്ക് കൊണ്ട് വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ അത്യാവശ്യം വളരെ വലിയൊരു ക്യൂ അവിടെ കാണുന്നുണ്ട്. അത് ഭയങ്കര അതെ അത് വളരെ വലിയ ക്യൂ ആടാ. ആൾക്കാർ കാഴ്ച കാണാനല്ല, ക്യൂ ആടാ. അത് വലിയ ക്യൂ ആണ്. 3 ഫ്ലോർ ക്യൂ ആണ്. ഫ്ലോർ അല്ല 3 നില. 3 റിങ് 3 റൗണ്ട്. സൂപ്പർ വ്യൂ ആട്ടെ ഇത്. ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ ട്രീ ടോപ്പ് വാക്കിന്റെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. പക്ഷെ ബേക്കിലേക്ക് അധികം ഇറങ്ങി കിട്ടത്തില്ല. പക്ഷെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രീ ടോപ്പ് വാക്കിന്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതാണ് സെറ്റ്. അതൊക്കെ എടുക്കാൻ പറ്റും. അത് കൊള്ളാം. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. തളർന്നു മക്കളെ. ഐ യു ടയേർഡ്? കുറച്ച് നടന്നപ്പോൾ തന്നെ തളർന്നു പോയാ. അമ്മയും മോളും തളർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഹൂ ഈറ്റ്സ് വാട്ട്. അപ്പോൾ ഈ ഒരു പ്രാണികൾ തിന്നുന്ന ഫുഡാണ്. ഈ വവ്വാൽ ഇതിനൊക്കെ തിന്നും അല്ലേ? അതുപോലെ ഈ കൂണ് ഈ എഗ്ഗ് ഒക്കെ കഴിക്കുന്ന സംഭവമാണ് അല്ലേ? അതെ. ഗസ് ഇതെന്താ കഴിക്കും?
ഇവിടെ ഉള്ളതായിരിക്കണം. ഇവിടെ സ്നേക്ക് ഇല്ലല്ലോ. സ്നേക്ക് ആയിരിക്കും, കാക്ക എന്തെങ്കിലും ആയിരിക്കും. കാക്കയല്ല, എന്താ മറ്റേ മുള്ളം പന്നി പേരുണ്ട്, ഹെഡ് ഷോക്ക്. ദ ബെസ്റ്റ് ഓഫ് അവോണ്ടേൽ. ഈ അവോണ്ടയിലുള്ള സംഭവങ്ങളാണ് കിളികളും വവ്വാലുകൾ. ഓക്കെ, പോവാം, നമുക്കിനി ഗുഹയുടെ ഉള്ളിലേക്ക് പോവാം. ലിയപ്പ സൂക്ഷിക്കണം കേട്ടാ. തോക്ക് അത് അവിടെ ഇവിടെ കൊണ്ടിട്ടുണ്ടെങ്കിലേ എൻ്റെ ലെൻസിന് ഭയങ്കര റേറ്റാണ്. 25,000 രൂപ ഉണ്ട് ലെൻസിന്. ആ ഇനി ഗുഹയുടെ ഉള്ളിലേക്ക് പോവാം. അടിപൊളിയല്ലേ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോ അല്ലേ? ഈ ഒരു വുഡിന്റെ ഡിസൈൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, മരങ്ങളുടെ പേര് പോയേക്കുന്ന സംഭവം. ഈ ചെടികളുടെ കടിയിൽ ഇങ്ങനെ ഉണ്ടാവും. അവിടം വരെ അതെ എന്റെ പേര് പോയേക്കണേ. Beneath the forest floor. ഇത്ര സാധനങ്ങളാണ് ഫോറസ്റ്റിന്റെ ഫ്ലോറിൽ ഉണ്ടാകുന്നത്. ഫോറസ്റ്റ് ഫ്ലോർ, അതും എഫും എല്ലാം കൂടി ആദ്യം വന്നു. കൂരാക്കൂരി ഇട്ടാണ്, ഒന്നും കാണില്ലായിരുന്നു നിന്നെ. അങ്ങനെയൊക്കെ വരുമ്പോഴേ നെക്കിന് മൈൻഡ് യുവർ നെക്ക്. ആർക്കെങ്കിലും ടോയ്ലറ്റിൽ പോകണോ, യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ദാഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വെള്ളം കൂടി കുടിക്കാം. ഒരു കോക്കിൻ്റെ പേയിലുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി കോക്കിൻ്റെയും വാട്ടറിൻ്റെയും ആവശ്യമില്ല. അതെ, ടോയ്ലറ്റിൽ പോകണോ നിങ്ങൾക്ക്? ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇവിടെ പോവാം. അതുപോലെ തന്നെ ഈ ഒരു ട്രീ ടോപ്പ് വാക്കില്ലേ, നമ്മൾ ഇത്ര നേരം നടന്നു വന്ന ഇനി കയറാൻ പോകുന്ന ഈ ഒരു ജൈൻ സ്ലൈഡും കാര്യങ്ങളൊക്കെ അല്ലേ, അത് ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്നുള്ളത് ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ സ്ലൈഡ് കാര്യങ്ങളൊന്നും ഇല്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതൊക്കെ രാജ്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2021 സ്ഥാപിതമായിട്ടുള്ള ഒരു ട്രീ ടോപ്പ് വാക്കാണ്. യുസ്ഡം ജർമ്മനി, അതുപോലെ തന്നെ ഓസ്ട്രിയ, അതുപോലെ തന്നെ അതെ വീണ്ടും ജർമ്മനിയിൽ വേറെ ഒരെണ്ണം, അതുള്ള ഇതും ജർമ്മനി തന്നെ ഉള്ളതാണ്. അങ്ങനെ ജർമ്മനിയിൽ ഒരുപാടുണ്ട് കേട്ടോ. ലിപ്പിനോ റിപ്പബ്ലിക്, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 അതിൻ്റെ അകത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ജർമ്മനിയിൽ തന്നെ നോക്കടാ, 1 2 3 4 5 എണ്ണം ജർമ്മനിയിൽ തന്നെ ഉണ്ട് കേട്ടോ. 5 ഇതുപോലെ തന്നെ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് അല്ലേ? ആ ഒരു കൊള്ളാം. ഓസ്ട്രേലിയയിലുള്ളത് അടിപൊളിയാണ്. ഇവിടെയും സ്ലൈഡ് ഉണ്ടോ, ഉണ്ടോ? ഇതിലും ഉള്ളിൽ കൂടി സ്ലൈഡ് പോകുന്നുണ്ട്. എല്ലായിടത്തും സ്ലൈഡില്ല. ഇതിൽ സ്ലൈഡ് ഉണ്ടോ നോക്കി. സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല, ഫോട്ടോയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതെ, നമ്മൾ എല്ലാവരും നമ്മളുടെ ആ ഒരു ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആ ഒരു ജൈൻ സ്ലൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട്. ലിയപ്പം കയറുമെന്ന് ഉറപ്പില്ലാന്ന് ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ലിയപ്പ കേറിയേ പറ്റുള്ളൂ. എനിക്കില്ലേ മറ്റേ ഇങ്ങനത്തെ ഒരു മരമണി പോലത്തെ സാധനല്ലേ, അല്ലേ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു തരാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ശരി, സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിച്ചു തരും. ഇല്ല സ്ലൈഡ് ചെയ്താൽ വാങ്ങിച്ചു തരും. ഓക്കെ.
ഇഷ്ടപ്പെട്ട 2 സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നീ സ്ലൈഡ് ചെയ്താ വാങ്ങിച്ചു തരും. മമ്മി ഇതാണ് ആ സ്ലൈഡ്, വേണ്ടോ? മമ്മിക്ക് ഏറിയേ പറ്റുള്ളൂ. ഇങ്ങനെ പോയിക്കണ മമ്മിക്ക് പറ്റും. ആദ്യം ഒരു പേടിയൊക്കെ തോന്നും. കുറച്ചു പേരുള്ളത്, ചെറിയ സ്ലൈഡാണ്. എടുത്തോ, നീ സ്ലൈഡ് ചെയ്തില്ലെങ്കിൽ അവിടെ ഇട്ടിട്ട് പോരാ, നമുക്ക് പേടിക്കണ്ട. അപ്പോൾ ദേ നമ്മുടെ ലീയപ്പൻ മമ്മിക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവന് വരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ ഒപ്പമാണ് വന്നതെങ്കിലും അത് എന്താ ചെയ്യേണ്ടതെന്ന് അവനറിയാം. ഒന്ന് പറഞ്ഞു കൊടുത്തില്ലേ അപ്പം മമ്മിക്ക്? ആ കൈ നിന്റെ മുട്ടയെ വളഞ്ഞു പോകണുണ്ട്, അങ്ങനെ വളഞ്ഞു പോകരുത്. കൈ മുട്ടയെ സ്ട്രെയിറ്റ് ആക്ക്. മുട്ടയെ സ്ട്രെയിറ്റ് ആക്ക്, സ്ട്രെയിറ്റ് പിടിക്കും മുട്ട. ആ അതേനാ അതേനാ, അങ്ങനെ വലിച്ചു പിടിക്കണം. മമ്മി എന്തായാലും മമ്മി സ്ലൈഡ് ചെയ്യൂലേ? സ്ലൈഡ് ചെയ്ത് മമ്മി എന്തായാലും സ്ലൈഡ് ചെയ്യുന്നുണ്ടോ പറയണം. അതാണ് ലീയപ്പന്റെ കാര്യം മാത്രമേ ഉള്ളു. ലീയപ്പ നീ സ്ലൈഡ് ചെയ്യില്ലടാ? അതെ. അയ്യോ, കുഴപ്പമില്ലാത്ത ക്യൂ ഉണ്ട്. അത്രയും ക്യൂ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നടന്നു വരുമ്പോൾ തളർന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, താഴത്ത് 2 സ്ഥലത്തുണ്ട്. ഇതേ നമ്മുടെ ലീയപ്പനാണ് ഏറ്റവും ആദ്യം പോണേ കേട്ടോ. ലീയപ്പ ഏറ്റവും ആദ്യം പോകൂലേ? അമ്മയണ്ടാ, ഞാൻ താഴെ പോയിട്ട് നിങ്ങൾ വന്നതിന്റെ വീഡിയോ എടുക്കണം അവിടെ നിന്നിട്ട്, മനസ്സിലായ? അപ്പൊ നീ ഫസ്റ്റ് പോ, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് പോവാന്ന്. അന്ന് നിങ്ങൾ ഓരോരുത്തരും വന്നതിന്റെ വീഡിയോ എടുക്കാം. ഞാനവിടെ ഉണ്ടെങ്കിൽ നിനക്കൊരു ധൈര്യം ആയിരിക്കും കയറി ഇറങ്ങി വരാൻ. ആര് ഫസ്റ്റ് പോകണം? ആ, ഞാൻ നിൽക്കണല്ലേ നല്ലത്. അപ്പൊ നീ ആദ്യം പോകണം, അന്നേരം ഞാനവിടെ ഉണ്ടാവുള്ളൂ. അതെ, അന്ന് ഇവന് കയറാതെ ഇരുന്നുകൊണ്ട് എൻ്റെ ഒപ്പം എൻ്റെ മടിയിലിരുത്തി ഇവന് കിട്ടി. ഈ മുതുക്കൻ എൻ്റെ മടിയിലിരുന്നാണ് വന്നത്. അത് നമ്മുടെ പഴയ വീഡിയോയിലുണ്ട് കേട്ടോ. പഴയ ഇവിടെ വന്നേക്കണ എൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവൻ കയറി വന്നില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ എൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇൻസൾട്ടാണ് മോനെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നീ എന്തായാലും വരണം കേട്ടാ. എന്നാ പിന്നെ ഇതൊക്കെ ചുവന്നു തന്നെ എന്തിനാ നീ? മനസ്സുഖം. അപ്പൊ നോക്കി കുത്തവണ ഞാൻ പോയിരിക്കും. നിങ്ങൾ എന്നെ കൊറേ കളിയാക്കിയതല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. അതാണ് ലീയപ്പൻ. അത്ര ഉറപ്പില്ല. ഞാൻ നോക്കണോ? മമ്മി താഴത്തേക്ക് നോക്കിയാ മമ്മി. ആ എങ്ങനെയുണ്ട്? ഈ സ്ലൈഡാണ് നമ്മൾ കയറാൻ പോണം. അതെ, അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി 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 അവിടെ ചെല്ലും. കണ്ടപ്പോ നെഞ്ചിടിപ്പാ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയാലല്ലേ ഇത് ഇത്രയും ചെറിയ സ്ലൈഡാണെന്ന് നമ്മൾ വിചാരിക്കും. അതാണ് ഈ ഒരു സ്ലൈഡിന്റെ ഒരു വേറൊരു പ്രത്യേകത. എടാ ആ കുഞ്ഞുങ്ങളൊക്കെ, ആ കുഞ്ഞുങ്ങളെ കണ്ട അതെങ്ങനെയാണ് പോണത്. പെട്ട 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 എന്ന് അടിക്കുന്നുണ്ട്. ലീയപ്പം കയറോ ഇല്ലയോ, അതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്. ലീയപ്പം കയറോ ഇല്ലയോ, അതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. ഇടക്കിടക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് നല്ലതാണ് അല്ലേ? ഒരു സാരി എടുത്ത ഭയങ്കര അമ്മൂമ്മ കയറിയുണ്ട്. ആ താഴ്ത്തത്
ഇത് കാണാൻ പറ്റില്ല. ഇത് ഈ ഒരു സൈഡിൽ കൂടെ പോകണം. നമുക്ക് ഇറങ്ങി വരുമ്പോൾ കാണാൻ പറ്റും. അടിപൊളിയല്ലേ മമ്മി? കണ്ടോ ഇവിടെ ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട്. എയർ അറ്റൻഷൻ ഇതുണ്ടോ മമ്മി? ഡ്യൂറിങ് സ്റ്റോം ഓർ തണ്ടർ സ്റ്റോം പ്ലീസ് ലീവ് ദ സൈറ്റ്. ഇത് കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ഇല്ലേ ഓരോ കൗണ്ടികളാണ്. ഗാൽവേ കണ്ടോ, കൗണ്ടി ഗാൽവേ. ഇവിടെ നിന്ന് 190 കിലോമീറ്റർ ആണ്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് നോക്കി കഴിഞ്ഞാൽ 190 കിലോമീറ്റർ ഉണ്ടോ. കൗണ്ടി ഗാൽവേ കണ്ടത്. വേറൊരു കൗണ്ടി ഇത് ഓഫ്ലി, കൗണ്ടി ഓഫ്ലി. ഇത് കൗണ്ടി മായോ, കൗണ്ടി മായോ. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് കൗണ്ടി മായോ. അങ്ങനെ ഓരോ കൗണ്ടികളുടെ ഗ്ലെൻലോ നമ്മളൊന്ന് പോയില്ലേ മമ്മി ഒരു പാർക്കിൽ? നാഷണൽ പാർക്ക്, സ്ലൈഗോ, ലോങ്ഫോർഡ്, കൗണ്ടി കിൽഡെയർ അല്ലേ ആണ്, ലീട്രീം. അങ്ങനെ ഓരോ കൗണ്ടികളുടെയും ഇവിടെ നിന്നുള്ള ആ ഒരു സൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കാറ്റിന്റെ ഇത് അനുസരിച്ചിട്ടുള്ള സംഭവം. മമ്മി ഏറ്റവും വലിയൊരു അഡ്വഞ്ചറിൽ കയറിയിരിക്കുന്നത് ആലുവ മുളപ്പുറത്തുള്ള ആ ഒരു കറങ്ങുന്ന വീല്. എന്തെന്നാ അതിന് പറയണേ? നമ്മള് നേരെ സ്ലൈഡിലോട്ടാണ് ഗൈസ്. നീയല്ല ഏറ്റവും ആദ്യം ഇവനോട് അല്ലേടി? എടി പിന്നെ ഏറ്റവും ആദ്യം അമ്മേനോട് ഇട്ടാന്നാ? അമ്മേനെ മമ്മീനോടാ. മമ്മി അങ്ങോട്ട് പോയിക്കോ. മമ്മി ഏറ്റവും ആദ്യം ഫസ്റ്റ് ചലഞ്ച് മമ്മി ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ മമ്മി. എടാ മമ്മിയൊക്കെ പോണോ നോക്ക്. മമ്മി കൂളാണ്. സിമ്പിളായിട്ട് അത് ചെറിയ വെച്ചാണല്ലോ പോലത്തെ മുതുക്കനല്ല. ഞാൻ ഇന്നെ മടിയിൽ ഇരുത്തൂല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എനിക്ക് ഒറ്റക്ക് പോണതിൻ്റെ ഒരു ഫീൽ കിട്ടിയില്ല. വേണ്ട 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 മമ്മി ഒന്ന് ഒച്ച കളിക്കണോണ്ടാ. Your feet go into this pocket. You grab this handle with 2 hands. When you slide, you have to lie down, okay? Lie down. പേടിയാവുന്നുണ്ട്. കാലൊന്ന് പൊക്കി വെച്ചെടുക്കടി. അതന്നെ മമ്മി കൂളായിട്ട് അറിയണ്ട. മമ്മി ഒരു ബൈ പറഞ്ഞേക്കട്ടാ. മമ്മി ഒരു ബൈ പറഞ്ഞേക്ക്. Do you want to try and move yourself to the left? Tight. Perfect. Perfect. You can go. So push and lie down, okay? Push ചെയ്ത് Can I give her a push? push ചെയ്ത് കൂടി. ഉന്തി കിട്ടോ? പുഷ്. അതെ. Who's next? Next. This guy. മമ്മിയോട് വന്ന നോക്കട്ടെ കേട്ടാ. എത്തി മമ്മി എത്തി. അടുത്ത നമ്മുടെ ലിയപ്പൻ. അത് തന്നെ. It won't stick my foot from the back, okay? So just slide down. Yes, perfect. Come on through, I'll take the money. Yes, ലിയപ്പ ഒച്ചെടുക്കണോണ്ടാ. ചെയ്തോ. പറ്റും. പോട്ടെ. ടൈറ്റ്. Push and lie down, okay? So you can go. Yeah, like that. Tight. Yeah. You can go. Go. Slide. Self-out slide. പോട്ടെ.
ജസ്റ്റ് പുഷ് ഇത്തിരി പൊങ്ങി പൊങ്ങി പോടാ കൊണ്ടു വെക്ക് No? ഇങ്ങനെ ഇങ്ങനെ പൊക്ക് വേണ്ട ഇല്ല ടൈറ്റ് പിടി കൈ പിടി ആ ഉന്തി വിട്ടിട്ട് അങ്ങോട്ട് ഉന്തി വിട്ടെ Well done, well done. ഗുഡ് Feet in the pocket and grab the handle. When you slide, you lie down, okay? ഇങ്ങനെ ലീയപ്പനോട് എത്തി ദാറ്റ്സ് ഓക്കെ പേടിക്കുന്നു നീ പോയതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബൈ പറഞ്ഞേക്കെ Perfect, you can go. So push forward. എനിക്കൊരു ബൈ പറഞ്ഞേക്കെ Yeah, go Yeah, push go. yourself forward and lie down, okay? Yeah, like that, yeah. So, literally പോരാ അതെന്തൊരു വെച്ചാണ് നൈസ് സൗണ്ട്സ് യാ ലിയപ്പ ഒന്ന് രണ്ടാമത് കയറാൻ പോണല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഒരു പ്രാവശ്യം കയറിയപ്പോ പേടി മാറിയല്ലേ ആ അപ്പൊ ഒരെണ്ണം എടുത്തോ 2 എടുത്തോ അപ്പൊ ഒരെണ്ണം പിടിക്കാം മോൻ 2 പിടിക്കില്ലല്ലോ ഞാൻ അപ്പൊ ഇത് പിടിക്കും. ഇത് ഇത്തിരി കൂടി ചെറുതാണെന്ന് കനവില്ല. ഓക്കെ നല്ല രസമായിരുന്നു. നമുക്ക് പോട്ടരാ ഡാഡി ഇവിടെ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങള്. അതെ ആരും പേടിക്കണ്ട പറ ആരും പേടിക്കണ്ട. സിമ്പിൾ ആണ് അല്ലേ പേടിയാൻ തോന്നോളൂ. അത്ര സിമ്പിൾ ആണല്ലേ അതെ. ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരുന്ന് പിന്നെ കണ്ണ് തുറന്നു അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് തല ഇങ്ങനെ നടന്ന് കുലുങ്ങുന്നായിരുന്നു. അപ്പൊ അത് നമ്മള് സ്ലൈഡിൽ രണ്ടാമത് കയറാൻ പോണേണ്ട നമ്മുടെ ലീയപ്പന് ഇഷ്ടപ്പെട്ടു അവന്റെ പേടിയൊക്കെ മാറി അപ്പൊ അവന് വേണ്ടിയിട്ട് നമ്മള് രണ്ടാമത് ട്രൈ ചെയ്യുവാണ്. ഓക്കെ ലീയപ്പ പോയിട്ടാ ഞാൻ ഒരു സെക്കൻഡേ കണ്ണടച്ചിരുന്നുള്ളൂ അപ്പൊ തന്നെ കണ്ണ് തുറന്നതിന്റെ ഉള്ളിൽ അതാണ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നല്ല രസം. ഇവിടെ എന്തായാലും വന്ന് ട്രൈ ചെയ്യണം. So you're going to put your feet in here, you'll hold your hands on this, and when you go down, you're going to lie down, okay? What? That was the other guy, he's sitting down. I don't remember people. Nice job before you see the card. I'll take the map, buddy. So, simple enough story. നമ്മുടെ ലീയപ്പന്റെ രണ്ടാമതും പേടിയൊക്കെ മാറി വന്നിരിക്കുകയാണ്. Okay, now take a seat. Bye bye. Bye bye. Push. Yeah, bye bye. Lie down. Lie down. Yeah. Thank you. Yeah. Please, excuse me. Please push me. Please. Yeah, thank you. Yeah. ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം ഒന്നും കൂടി സ്ലൈഡിന് പോവാണ്. ഞാൻ ഒറ്റക്കാണ് പോണേ. അപ്പോഴേന്ന് പൈസ വെച്ചിട്ടുണ്ട്. അപ്പൊ പോയിട്ട് വരാം. ലിയപ്പ ഓൾ ദ ബെസ്റ്റ്. എടാ മോളിലെത്തുമ്പോ വിളിക്കണോട്ടാ. എത്രാമത്തെ മൂന്നാമത്തെ അല്ലേ സ്ലൈഡ് അല്ലേ കണ്ടാ ഇത്ര ഉള്ള കാര്യം. ഗിഫ്റ്റ് അല്ലേ അത് മേടിച്ചു തരാം. അപ്പൊ നമ്മുടെ ലീയപ്പന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും സ്ലൈഡിൽ എൻ്റെ ഒപ്പമാണ് കയറി വന്നേ. അപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവൻ ധൈര്യം സംഭരിച്ച് ഒരു പ്രാവശ്യം അല്ല എത്ര പ്രാവശ്യം കയറിയിടാ നീ 3 പ്രാവശ്യം സ്ലൈഡ് ചെയ്തിട്ടാ. അപ്പൊ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി ഗിഫ്റ്റ് 2 അപ്പൊ നമ്മള് ഒരെണ്ണം പോരെ. അപ്പൊ നമ്മള് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഗിഫ്റ്റ് ഷോപ്പിൽ കയറാം. ടോയ്സ് അല്ലേ? ഓക്കെ
വലിയ വെല്ലയിടൊന്നും വിളിച്ച് കാണിക്കില്ല കേട്ടല്ലേ. ഓക്കെ മമ്മി, എനിക്ക് ഇവനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം. അവൻ ആ സ്ലൈഡ് ചെയ്തേനെ. മരമണി കണ്ടത് അവിടെ അല്ലേടാ? മരമണി കണ്ടത് ആ സൈഡിലാണ് കണ്ടത്. മൊത്തം നോക്കിയിട്ട് ലാസ്റ്റ് എടുക്കാം. അപ്പൊ ഇവിടെ നല്ലേ മറ്റേ പ്രിന്റ് ചെയ്ത് വാങ്ങിക്കേണ്ടത്. പിന്നെ സ്പിന്നർ ഉണ്ട്. അത് കലക്കി. ഇപ്പൊ അത് കൊള്ളാലടാ, അന്ന് കാണിച്ചരാ. മരം കൊണ്ട് ഉണ്ടാക്കണ വിസിലോ കാണിച്ചേ. അത് കൊള്ളാം. ഏത് ഫോട്ടോ സെലക്ട് ചെയ്യണം നമുക്ക് നോക്കാം. Okay, so there's 3 photos and they both have 2 backgrounds. So that's the first one with the first background. And then that's the same photo just with the second background. Yeah. So it'll look like that. Yeah. Okay. And then this is your second photo. And that's the same, just with the other background. How many photos? 3. And this is the third option. And that's the same one. അത് നമ്മൾക്ക് ഇവിടുന്ന് പ്രിന്റ് ഔട്ട് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ വരുന്ന വഴിയിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തായിരുന്നു. പ്രിന്റ് നമുക്ക് ഇവിടെ എടുക്കാം. 2 പ്രിന്റ് എടുത്തു. വേറെ നമ്മളെ മമ്മിക്ക് കൊടുത്തു വിടും. അടിപൊളിയല്ലേ? ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് കിട്ടും. നമുക്ക് പിന്നെ ഇതിന്റെ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിജിറ്റൽ കോപ്പിയും കിട്ടും കേട്ടോ. അതിന് ടോട്ടൽ 20 euro അല്ലേ വന്നേ? 20 euro. ആ, നിനക്ക് എന്താ ഇവിടെ ടോയ്സ് വല്ലതും ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് വാ. ഇവിടുത്തെ ടോയ്സ് വല്ലതും ഇഷ്ടപ്പെട്ടോ? ആ, അതിവിടെ ഉണ്ടോ? മരമണി ഉണ്ടോ? അപ്പോൾ ഈ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ലിയപ്പിന് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. കാരണം അവൻ എന്താ പറയുക, ആദ്യം നമ്മളൊരു ഗിഫ്റ്റ് ഷോപ്പിൽ കയറിയായിരുന്നു. അവിടെ അവന് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ലിയപ്പ, കത്തി വിലയുള്ള സാധനമാണോ? കത്തി വിലയുള്ള സാധനമാണോ നീ കണ്ടു വെച്ചേക്കണം? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ മേടിക്കുള്ളൂ കേട്ടോ. 25 euroയാ? അത് നോക്കാം, എന്താന്ന് നോക്കട്ടെ. ഗുണമുള്ളതാണെങ്കിൽ മേടിക്കാം. ആണോ? മമ്മിക്ക് എന്താ മമ്മി വേണ്ടത്? എനിക്കൊന്നും വേണ്ട. തൂവലുള്ളത് നോക്കട്ടെ, നോക്കട്ടെ. നല്ലതാണെങ്കിൽ മേടിക്കാം. നല്ലതാണെങ്കിൽ മേടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. തള്ളല്ലേ, ഞാൻ ലോക്കായി പോയില്ല. അത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ സാധനം ഇവിടെ വെച്ചേക്കണേ അല്ലേ? ഒരു ഡോറ് വെച്ചാൽ പോരെ. ഇത് ലോക്കിംഗ് സിസ്റ്റം ഉണ്ടോ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എൻട്രി ഇല്ല നമുക്ക്. ഇവിടെ നിന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് ആ ഈ ഒരു സ്ലൈഡിൻ്റെ അങ്ങോട്ടേക്കുള്ള വ്യൂ അടിപൊളിയാണ്. കണ്ടാ, ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ സൂപ്പറായിരിക്കും. അത് ക്രിസ്മസിന് വന്നോ ഇനി ഇവിടെ? അടിപൊളിയല്ലേ? ഇവിടെ എഴുതിയാ മതില്ലേ അപ്പൊ? നല്ല കല്ല് കിട്ടിയല്ലേ? അയ്യോ, ലീ ബ്രൗൺ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി ഒരു അടിപൊളി വാക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ സൈക്ലിങ്ങിനൊക്കെ പോവാം. പക്ഷേ വാക്ക് ഉണ്ട്. നിങ്ങൾക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ പോകാനേ പറയുള്ളൂ. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ പോയതാണ്. ഇന്നിപ്പോൾ ഓൾറെഡി മമ്മിയും അതുപോലെ ഓൾഗയും കാര്യങ്ങളും എല്ലാവരും ടയർഡാണ്. പിന്നെ വേറൊരു ലൊക്കേഷൻ കൂടി പോകാൻ പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്ത കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ജയൻറ്റ് സ്ലൈഡില്ലേ, ആ കാണുന്നുണ്ട്. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ കാർ പാർക്കിങ്ങിന് അങ്ങോട്ട് പോകുന്നൊരു വഴിയുണ്ട്. അങ്ങോട്ട് പോകരുത്. അവിടെ നിന്ന് വരാൻ നേരത്ത്, അതായത് നമ്മളുടെ ജയൻറ്റ് സ്ലൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് നേരെ തന്നെ ആ ഒരു നമ്മുടെ ട്രീ ടോപ്പ് വാക്കിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് പോകുന്ന വഴിയുണ്ട്. ഇത് നേരെ ഇറങ്ങിപ്പോണത് നമുക്ക് ഫോറസ്റ്റ് വാക്കിലേക്കാണ് കേട്ടോ. നമ്മുടെ അടിപൊളി വാക്കാണത്. നല്ലൊരു ഗ്രീനിഷും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഉണ്ടല്ലോ ലീപ്പിന് നമുക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവനിപ്പോൾ പറയണത് പുറത്തുനിന്ന് സ്മിത്തിൽ നിന്നൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണ്. ലൈറ്റ് എത്തണ മാജിക് വാണ്ട്. മാജിക് വാണ്ടോ? ഹാരി പോട്ടറിന്റെ ആലോചിക്കാം. ഷോപ്പ് ക്ലോസ്ഡ് ആയി പോയി. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കീ ചെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് സ്മിത്തിന്ന് വാങ്ങിച്ചാൽ മതി. ആലോചിക്കാം. ആലോചിക്കാം. എടാ നീ സ്ലൈഡ് ചെയ്താൽ നിനക്കാണ് അതിന്റെ ഗുണം. അപ്പൊ പറഞ്ഞോണ്ടാ ഞാൻ കേറിയില്ലെങ്കിൽ ഞാൻ കേറും. അയ്യോ 2-3 പ്രാവശ്യം ഓടിക്കരുത് ആര് പറയണ്ട. അപ്പൊ പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അവോണ്ടയിലെ വിശേഷങ്ങൾ. ഞാനും ലീയപ്പനും വോൾഗാച്ചയ്ക്ക് ഇത് 2ാം തവണയാണ് വരുന്നത്. ഫസ്റ്റ് തവണ വന്നപ്പോൾ ഇവൻ സ്ലൈഡിലൊന്നും കയറിയില്ല. ഈ പ്രാവശ്യം സ്ലൈഡിൽ കയറി തകർക്കണിരുന്നിട്ട് ആള്. പിന്നെ അവൻ്റെ ടോയ്സ് നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ നിക്ലാസ് ബ്രൗൺ. ഗുഡ് ബൈ. ബൈ ബൈ.